ഹേ ആസ്പിരൻസ്, വെൽക്കം ടു ഡേ ഇൻ മൈ ലൈഫ് ആസ് എ PSC ആസ്പിരൻറ്റ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ നല്ലോണം ലേറ്റായിട്ടുണ്ടായിരുന്നു. സോ ആദ്യം ഒരു ടീ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. ടീ ഒക്കെ ഇട്ടു. ടീ കുടിച്ചിട്ട് ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു എന്ത് പഠിക്കണം, എന്ത് ഫുഡ് ഉണ്ടാക്കണമെന്നൊക്കെ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ടാണ് പോകുന്നത്. ഇന്നലെ തന്നെ ജാക്സണിൽ അരി ഇട്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് അത് തിളപ്പിച്ച് വെച്ചു. എന്നിട്ട് കട്ട് ചെയ്ത് വെജിറ്റബിൾസ് വെച്ചിട്ട് തോരനൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇന്ന് ഒരു ലേസി ഡേ ആണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. സോ ഞാൻ മ്യൂസ്ലിയാണ് കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സാധാരണ ഞാനതിൽ ഫ്രൂട്ട്സൊക്കെ ഇടാറുണ്ട്. ബട്ട് ഇന്ന് ഒന്ന് മടി പിടിച്ചു. ജസ്റ്റ് പാല് മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് നേരെ പഠിക്കാനിരുന്നു. സോ ആദ്യം സെഷൻ ഞാൻ 5 പ്ലാൻസാണ് പഠിക്കാമെന്ന് വിചാരിച്ചത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. മിക്കവാറും എക്സാംസിനൊക്കെ ഒരു ക്വസ്റ്റ്യനെങ്കിലും ചോദിക്കാറുണ്ട്. അപ്പോൾ 5 പ്ലാൻസ് 12th പ്ലാൻ വരെ ഉണ്ട്. അങ്ങനെ എന്തായാലും 12th പ്ലാൻ വരെ പഠിക്കാൻ നിന്നില്ല. ഒരു 6 പ്ലാനായപ്പോൾ തന്നെ എനിക്കങ്ങ് ബോറടിച്ചു, കൺഫ്യൂസ്ഡും ആയിപ്പോയി ഞാൻ. സോ ഒരു 6th പ്ലാൻ വരെ ഞാൻ നോക്കി. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഇയേഴ്സും എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ അങ്ങനെ നോക്കി, നോട്ട്സൊക്കെ എഴുതി, ലിങ്കൊക്കെ ചെയ്തിങ്ങനെ വച്ചു. അപ്പം അങ്ങനെ അതെല്ലാം എഴുതിയതിന് ശേഷം ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ നേരമായി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ക്ലീനിങ്ങൊക്കെ ചെയ്തു. അപ്പോൾ ക്ലീനിങ്ങൊക്കെ ചെയ്തതിന് ശേഷമായിരുന്നു പിന്നെ അടുത്ത സെഷൻ വിചാരിച്ചത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ അടുത്ത 2:30 അടുത്ത് പഠിക്കാൻ ചെന്നപ്പോൾ 2:30 ആയപ്പോൾ തന്നെ ഞാൻ ഡെയിലി OMR അതുപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട് PYQ. അപ്പോൾ കാറ്റ്സ് വീഡിയോയിൽ ഡെയിലി ഇടാറുണ്ടല്ലോ. സോ ഞാൻ മിക്കവാറും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചില ദിവസം എനിക്ക് പറ്റാറില്ല. എന്നാലും ഞാൻ അതൊന്ന് പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം കുറച്ച് ജോലിയൊക്കെ ഒതുക്കി. പിന്നീട് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ അടുത്ത സെഷനിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായയൊക്കെ കുടിച്ചപ്പോഴേക്കും നോക്കിയപ്പോൾ ഡെസ്കൊക്കെ അങ്ങ് ഒരുപാട് ക്ലീൻ അല്ലാതെ കിടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരുപാട് ക്ലീൻ അല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പഠിക്കാനൊരു മൂഡ് കാണത്തില്ല, ഒരു നെഗറ്റീവായിട്ട് തോന്നും. സോ ഞാൻ എന്ത് ചെയ്തോ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാം ക്ലീൻ ചെയ്യുമ്പോൾ ഒരു പോസിറ്റിവിറ്റിയാണ്. അപ്പം നിങ്ങളും ക്ലീൻ ചെയ്യാറുണ്ടോ? അതോ ഇങ്ങനെ ക്ലട്ടേഡായിട്ട് ഇടുന്നതാണോ ഇഷ്ടം? എനിക്കാണെങ്കിൽ ക്ലട്ടേഡായിട്ട് കിടക്കുന്നത് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പം ഞാനതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, അയ്യോ ഇന്ന് എന്ത് പഠിക്കണം എന്ന് ഞാൻ ചിന്തിച്ചതല്ലാതെ ഞാനൊന്ന് എഴുതി വെച്ചിട്ടില്ലായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്യാന്നൊരു ജസ്റ്റ് പേപ്പറിൽ എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ടു ഡു ലിസ്റ്റ് വരുന്ന ബുക്ക് കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനൊന്ന് എന്തൊക്കെ പഠിക്കാമെന്ന് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലത്തെ സെഷനിൽ തന്നെ 5 പ്ലാൻസ് കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പകുതി ഒന്ന് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഒന്ന് മാത്സും ഇംഗ്ലീഷും മലയാളമൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നീട് സിമ്പിൾ ഇൻട്രസ്റ്റ് ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സംടൈംസ് ഈ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എനിക്കൊന്ന് പെട്ടെന്നൊന്ന് കൺഫ്യൂസ് ആയി പോകുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നീട് ഈ PYQ വർക്കൗട്ട് ചെയ്തതിൽ തന്നെ മാത്സ് ഒന്ന് നോക്കാമെന്ന് വെച്ചു. എനിക്ക് ചില പോർഷൻസൊക്കെ ഒന്ന് കൺഫ്യൂസ് ആയിപ്പോയി. അപ്പോൾ ക്യാപ് സ്പീഡ് തന്നെ അവർ ഇടുന്നുണ്ടല്ലോ എക്സ്പ്ലനേഷൻ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാനൊന്ന് അറിഞ്ഞൂടാത്തതും കൺഫ്യൂസ് ആയതും ഒക്കെ ഒന്ന് ഞാൻ എഴുതിയെടുത്തായിരുന്നു. അപ്പോൾ അത് എഴുതിയെടുത്തതിന് ശേഷം ഞാൻ അപ്പോൾ തന്നെ ഞാൻ ഇരുന്ന് പഠിക്കാൻ ഞാൻ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ മാത്രം ക്വസ്റ്റ്യൻസാണ് ഈ ബുക്കിലുള്ളത്. അപ്പോൾ ഈ ബുക്കിലുള്ള കുറേ ഒന്ന് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ചില ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് കൺഫ്യൂസ് ഉണ്ടായിരുന്നെങ്കിലും കുറേയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടുള്ള ലോപ്പാൽ ലോകായുക്തം, അപ്പം അതൊന്ന് പഠിക്കാണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് ക്ലാസ് കണ്ട് നോട്ട്സൊക്കെ എഴുതിയെടുത്തു. നോട്ട്സ് എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് നോട്ട്സ് എഴുതിയെടുക്കുന്നതാണ് എന്നോട് താല്പര്യം, ഈ PDF വായിക്കുന്നതിനെക്കാട്ടിലും. സോ ഞാൻ നോട്ട്സൊക്കെ ഒന്ന് എഴുതിയെടുത്തു. നോട്ട്സ് എഴുതിയെടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കി. പിന്നീട് കറണ്ട് അഫെയർസ് ഒന്ന് നോക്കിയതിന് ശേഷം എനിക്കൊന്ന് ഒരു 11 മണിയൊക്കെ ആയി. അപ്പോഴേക്കും ഞാൻ നിർത്താമെന്ന് വിചാരിച്ചു. 11:30 ആയി. അപ്പോൾ ഞാനൊന്ന് നിർത്തി. അതിനുശേഷം ഞാൻ ഒന്നും അങ്ങനെ നോക്കാനിരുന്നില്ല. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.